അങ്ങനെ നമ്മൾ അടുത്ത ദിവസമായിട്ടോ ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പൂളിൽ പോവും. പിന്നെ നമ്മൾ ക്രൂയിസിൽ 1000 സൈലൻസ് കാണാൻ പോവും. അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. മോർണിംഗിൽ ഇത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. ഇവിടെ രാത്രി മക്കൾ യുദ്ധം നടത്തിയിരുന്നു തോന്നുന്നുണ്ട്. അമ്മാതിരി അലമ്പായിരുന്നു. പിന്നെ പിള്ളേരുള്ള വീടല്ലേ, സ്വാഭാവികം. ആദ്യം എൻ്റെ എടുക്കട്ടെ. യൂട്യൂബിൽ പ്രത്യക്ഷപ്പെട്ട് ഫേമസ് ആയാലും എന്നെ കുറ്റം പറയരുത് കേട്ടോ. എന്നാ അൺഎക്സ്പെക്റ്റഡ് ആയി വന്നോ. കാണുന്നുണ്ട് കാക്കോനോട് നമ്മളെ ഏറ്റവും വലിയ ശത്രുക്കൾ വേറെ ആരുമല്ല ഗൈസ്, അത് നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസ് തന്നെയാണ്. നമുക്ക് നല്ലൊരു ദിവസം വരുമ്പോൾ, ഒരു പ്രത്യേക പരിപാടി എന്തെങ്കിലും വരുമ്പോൾ കറക്റ്റായിട്ട് അതിറ്റങ്ങളൊക്കെ പൊന്തി വൃത്തികേടായി ഇളിച്ചിരിക്കും. ഇപ്പം എൻ്റെ മുഖത്തന്നെ കണ്ടില്ലേ, ഒരു കുത്തും പുള്ളി ഇല്ലാണ്ടിരുന്ന എൻ്റെ ഫേസാണ് ആകെ അലമ്പായി. നമ്മളങ്ങനെ പൂളിലേക്ക് ഇറങ്ങിട്ടോ. ഇത് കംപ്ലീറ്റ് ഒരു വലിയൊരു എത്ര ഏക്കേഴ്സ് കിടക്കുന്ന ഒരു സ്ഥലം. അതിലൊരുപാട് നമ്മളതേപോലത്തെ കോട്ടേജുകൾ, അവിടെ ജിമ്മ്, സ്വിമ്മിങ് പൂള്, ലേക്ക്, ഫിഷിങ്, അങ്ങനെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കംപ്ലീറ്റ് പാക്കേജാണ് കേട്ടോ. നമ്മളൊരു കോട്ടേജിനുള്ളൊരു ഫീ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഭയങ്കര വേർത്തായി തോന്നി കേട്ടോ നമുക്കെപ്പോഴും. കാരണം നമ്മൾ സ്വിമ്മിംഗ് പൂളിലെത്തി കാക്കു ഡൈവ് ചെയ്യാനുള്ള ഭയങ്കരമായ പരിശ്രമത്തിലും മോട്ടിവേഷനിലൊക്കെയാണ്. സംഭവം അത് ഷാലോ വാട്ടറാണ്, ഡൈവ് ചെയ്യാൻ പറ്റില്ല. അത് അവിടെ വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കണം. എന്നാലും പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ല. അത് നമ്മൾ ചാടിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ആ ഗാർഡ് നമ്മുടെ അടുത്ത് പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, ഇനി ചാടരുതിട്ടോ എന്ന് പറഞ്ഞു. കാരണം വെള്ളമൊക്കെ തെറിക്കും, ആകെ കുറച്ചല്ലേ ഉള്ളൂ. അങ്ങനെ ഇനി നമുക്ക് കുറച്ച് കുളിസീനുകൾ കാണാം ഗൈസ്. എടുക്കണ്ടേ എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? അതെ, ഒരു പീസ് വെള്ളത്തിൽ പോയതാണ്. ആഹാ, ആളുണ്ടോ? ഇത് തവളാപ്പൊട്ടിൽ നീന്തണ വഴിയുണ്ട്. ഈ അവിടെ നിന്ന് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വിമ്മിംഗ് പൂളിലുള്ള നീരാട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കോട്ടേജിൽ പോയിട്ട് കുളിച്ച് ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ട് നമ്മൾ ക്രൂയിസിന് പോകണം. നമ്മൾ 3 മണിക്കൊക്കെയാണ് ക്രൂയിസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് 1 മണിക്കൂറിന് മേലെ ഡ്രൈവും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുങ്ങി കെട്ടിപ്പെറുക്കി റെഡിയായി ഇറങ്ങുമ്പോഴത്തേനും നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോണ വഴിക്ക് നമ്മൾ എന്തെങ്കിലും കഴിക്കുകയും വേണം. നമ്മൾ രാവിലെ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായില്ല. ഒരു ഉടായ്പ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കണ്ടാണ് നിന്നേണ്. അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് സമയം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. എന്നാലും നമ്മൾ ഏകദേശമൊക്കെ തട്ടിക്കൂട്ടി റെഡിയാക്കി. പിന്നെ നമ്മൾ പോകാനുള്ള പരിപാടിയിലാണ്. എല്ലാവരുടെയും വണ്ടിയിലൊക്കെ കയറി. നമ്മൾ 2 കാറിലായിട്ടാണ് പോകുന്നത്. അപ്പോൾ എളാപ്പൻ്റെ കുട്ടി നമ്മളെ വണ്ടിയിൽ പോന്നു. അങ്ങനെ നമ്മൾ 3 വണ്ടിയിലും ഓലെല്ലാവരും വേറൊരു വണ്ടിയിലും. ചാച്ചു സേ ഹായ്. ഇവിടെ പോകുന്ന വഴിക്കൊക്കെ ഭയങ്കര നല്ല സീനറീസും ഭയങ്കര ഭംഗിയുള്ള കാഴ്ചകൾ കഴിഞ്ഞിട്ടോ. ഞാൻ പിന്നെ നിങ്ങൾ കണ്ട് ബോറടിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാടൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഇവിടുത്തെ ബിൽഡിങ്സിനും റോഡും എല്ലാത്തിനും കുറച്ചും കൂടി ഒരു നമ്മളെ മോൺട്രിയലിലൊന്നും കാണാത്ത പോലത്തേക്ക് ഒരു വൈബ് ഉണ്ടായിരുന്നു. അത് ഒരു പ്രത്യേകം തന്നെ വേറെ തന്നെ ഒരു സ്ഥലം പോലെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മൾ ഇപ്പോൾ ഒന്നാമത് സമ്മറും കൂടെ ആയതുകൊണ്ട് നമുക്കതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു. ഈ ഒരു ട്രാവലിൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരു കാഴ്ചയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങളീ കാണുന്നത്. ഈ ഒരു റോഡ് അത് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത്
അത് കണ്ടപ്പോൾ നമുക്കിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആകാശത്തേക്ക് ഒരു റോഡുള്ള പോലെയാണ് നമുക്ക് തോന്നുക. നമുക്കതിൻ്റെ ഒരു എൻഡ് ഏതൊരു റോഡ് നമുക്കിങ്ങനെ കാണുമ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു കയറ്റം കഴിഞ്ഞ് ഇറക്കം നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇത് നമുക്ക് ഒട്ടും ഫീൽ ചെയ്യൂല. അത്രയും ഹൈറ്റിലും അത്രയും നീളത്തിലുമാണ് അത് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ അതിൻ്റെ അറ്റത്തേക്ക് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് താഴെ കാണുള്ളൂ. അപ്പോൾ താഴെ നോക്കുമ്പോൾ രണ്ട് സൈഡിലും വലിയ വിശാലമായിട്ടുള്ള ലേക്കും അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന ഒരു റോഡൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളും ഭയങ്കര അത്ഭുതമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ എനിക്ക് ഭയങ്കര നമ്മൾ വേറെ എവിടെയോ എത്തുന്ന പോലത്തെ ഒരു ഫീൽ ചെയ്യുന്നു. എന്തായാലും നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ എന്തെങ്കിലും കഴിക്കട്ടെ. ഉറക്കം വരുന്നു, നല്ല ഉറങ്ങിക്കണം. പക്ഷെ CIBC? There's a banking place here. Yeah, sure. It's kind of hot. It's a big roll. I want the fries. ഇവിടെ കാനഡയിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഫ്രൈഡ് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഈ പൊപ്പോയ്സതാണ് കേട്ടോ. എനിക്ക് ബാക്കിയൊന്നും അത്ര ഇഷ്ടമായിട്ടുണ്ടായില്ല. അപ്പോൾ പൊപ്പോയ്സ് എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടം. പ്രത്യേകിച്ച് വിശന്നൊക്കെ ഇരിക്കുമ്പോൾ നന്നായിട്ട് കഴിക്കും. നമ്മളങ്ങനെ എന്തായാലും നമുക്ക് ഒരുപാട് ഹെവി കഴിക്കാനുള്ള സമയം നമുക്കില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് പോണ വഴിക്ക് നമുക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫുഡൊക്കെ വാങ്ങി കുറച്ച് അവർക്കും നമ്മൾ കരുതി വെച്ചിട്ടോ. കാരണം 3 hours ക്രൂയിസിലുള്ളതല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് സമയം എടുത്തിട്ടല്ലേ നമ്മൾ വീട്ടിലെത്തി കുക്ക് ചെയ്തിട്ടൊക്കെ വേണം കഴിക്കാൻ. അപ്പോൾ ഒരു ടെമ്പററി ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിശപ്പടക്കാൻ എന്തെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഗ്യാനനോക്കിലെത്തി. ഇവിടെയാണ് നമ്മളുടെ സ്പോട്ട്. ഇതൊന്നും മോൺട്രിയലോ ക്യൂബക്കോ അല്ല, അത് ഒൻറ്റാരിയോയിലുള്ളൊരു പ്ലേസാണ് കേട്ടോ. നമ്മൾ 1000 ഐലൻഡ്സൊക്കെയാണ് പോണത്. അവിടെ 1000 ഐലൻഡ്സ് ആണ് പേരുന്നുണ്ടെങ്കിൽ മൊത്തം 1864 ഐലൻഡ്സ് എന്തോ ഉണ്ട്. അതവിടെ ഇങ്ങനെ ഒരു ക്യുസ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ആ ക്രൂയിസിൽ. അതിങ്ങനെ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. നമ്മൾ വിചാരിച്ചു 1000 ഒന്നും ഉണ്ടാവില്ല, അവരൊരു റൗണ്ട് ഫിഗർ വെറുതെ ഇട്ടതായിരിക്കും. പക്ഷെ അതിലും കൂടുതലുണ്ട് കേട്ടോ. പിന്നെ ഈ ഐലൻഡ്സ് എന്ന് പറയുമ്പോൾ അത് വരുമ്പോൾ ഞാൻ പറയാം, അത് വേറെ കോമഡിയാണ്. എന്തായാലും നമ്മളിവിടെ എത്തി. നമ്മൾ മറ്റൊരു ചിഞ്ചു പോലെ എല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഫുഡ് വാങ്ങാനുണ്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റ്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പാർക്കിംഗ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായി. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. പിന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ തലേദിവസവും ഒക്കെ ഭയങ്കര മഴ ആയതുകൊണ്ട് ടിക്കറ്റും അങ്ങനെ ആരും എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല സമാധാനപരമായി പോകാൻ പറ്റി. നമ്മൾ ലാസ്റ്റാണ് എത്തിയത്. നമ്മൾ 3 മണിക്ക് എടുക്കണമെങ്കിൽ 2:50 55 അവിടെ എത്തിയത്. അപ്പോൾ നമ്മൾ ഹറിബറിയിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ സൈഡ് സീറ്റ് കിട്ടൂല, എനിക്ക് ഒന്നും വ്യൂ കാണാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നു. കാരണം നമ്മൾ ഈദിൻ്റെ സമയത്ത് നമ്മൾ ഒരു ക്രൂയിസിൽ ഇതേപോലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഭയങ്കര റഷ് ചെയ്യുന്നു. അതേപോലെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ. ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു ക്രൂയിസ് ആയിരുന്നു. ലൈക്ക് അങ്ങനെയല്ല, ആളുകൾ ഭയങ്കര കുറവായിരുന്നു. ഈ ഒരു വെതറിൻ്റെ ഒരു വ്യത്യാസം കൊണ്ട് നമ്മളങ്ങനെ ക്രൂയിസിൽ കയറാണ്. കാക്കോട്ടും പിന്നെ വേറെ എന്തോ ഒരു സാധനം മേടിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പോലെ അതിന് പോയി. അപ്പോൾ ഞങ്ങളെന്തായാലും പോയി സീറ്റ് പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പാഞ്ഞ് പോവാണ് കേട്ടോ. ഗൈസ്, ഒരു ഫോർട്ട് കൊച്ചിയിലെത്തിയ മൂടായി എനിക്ക്. അങ്ങനെ നമ്മുടെ ക്രൂയിസും എല്ലാം മൂവായി തുടങ്ങി. നമ്മുടെ ഈ ഒരു ഐലൻഡ്സ് കാണാനുള്ള ഒരു പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ടിങ്ങിലൊന്നും ഭയങ്കര ഒരു ഹെവി ഐലൻഡ്സ് ഒന്നും ഉണ്ടായില്ല. കുഞ്ഞു ഐലൻഡ്സിനു ചെറിയൊരു മൺകൂന ഉണ്ടെങ്കിൽ തന്നെ അതൊരു ഐലൻഡ്സിൽ പെടുത്തിട്ടോ അവർ. അങ്ങനെയാണ് ഇവിടുത്തെ ഈ ഒരു 1864 ഐലൻഡ്സ് ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്. പോകുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ ഇതൊക്കെ കരയിലുള്ള വിഷ്വൽസാണ്. ഈ ഒരു ഐലൻഡ്സ് ഇരിക്കുന്നത് അമേരിക്കൻ്റെയും കാനഡൻ്റെയും ഇടയിലുള്ളൊരു റിവറിലാണ് ഈ ഒരു ഐലൻഡ്സ് എല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില ഐലൻഡ്സിലൊക്കെ കാനഡയും അമേരിക്കയും ഷെയർ ചെയ്യുന്ന ഐലൻഡ്സ് ഉണ്ട്. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ കോയിനിട്ട് ഓമ്പി വർക്ക് ചെയ്യണില്ല. ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. We're going to the Pacific Ocean. Give me my money. Give me the money. Where is it? I don't have money. സെറ്റപ്പ് മാത്രമേ ഉള്ളൂ, പൈസ അല്ലേ കയ്യിലെ. What? എന്നേക്കാൾ നടക്കും കൂറെ. ടൈറ്റാനിക്കിൽ ജാക്ക് വെക്കുന്ന പോലെ.
അതെ ശരിക്കും ഈ ഒരു സ്ഥലം എത്തിയപ്പോൾ വല്ലാത്തൊരു നാറ്റായിരുന്നു കേട്ടോ, ഭയങ്കര നാറ്റം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കിളികൾ മൊത്തം അവിടെ നിൽക്കണോണ്ടേ അവർ അപ്പിടുന്നത് കൊണ്ടാണോ ആ വെള്ളത്തിന് ആ ഒരു നാറ്റം എന്നറിയില്ല. പോകുമ്പോഴും വരുമ്പോഴും ഉണ്ടായിരുന്നു, അമ്മേ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഈ ഒരു ഈ യാത്രൻ്റെ ഇടയിൽ കുറച്ചും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അമേരിക്കൻ്റെ ഒരു സെക്ഷനിലേക്ക് എത്തിട്ടോ. ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ മൊത്തം അമേരിക്കൻ്റെ പ്രോപ്പർട്ടീസും ഐലൻഡ്സും, റൈറ്റ് സൈഡിൽ മൊത്തം കാനഡൻ്റെ പ്രോപ്പർട്ടീസും ആയിരിക്കും. അപ്പോൾ 2 കൺട്രീസിൻ്റെയും ഫ്ലാഗ് എല്ലായിടത്തും അവർ വെച്ചിട്ടുണ്ടാവും. അമേരിക്കൻ്റെ ഭാഗത്തുള്ളതായിരുന്നു കുറച്ചും കൂടിയും ഹെവി ആയിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ ഈ പാർക്കും കാര്യങ്ങളും, റെൻറ്റിന് കൊടുക്കുന്ന അപ്പാർട്ട്മെൻറ്റ്സും, അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളും ഇറങ്ങാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളീ ഭാഗത്ത് ഞാൻ അത്രത്തോളം കണ്ടില്ല. കുറച്ചും കൂടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് കണ്ട പോലെയാണ് എനിക്ക് തോന്നിയത്. എന്നാൽ തന്നെ നമ്മളുടെ ഈ ചെറിയ ചെറുപ്പത്തിലൊക്കെ നമ്മളിങ്ങനെ പറയില്ലേ, ഇപ്പോഴും പറയും നമ്മൾ വലിയ പൈസക്കാരാവണം, എന്നിട്ട് സ്വന്തമായിട്ട് ഒരു ഐലൻഡ്സ് മേടിക്കണം, എന്നിട്ട് അതിലൊരു വീട് വെക്കണം, ഒരു പ്രൈവറ്റ് ജെറ്റ് വേണമെന്നൊക്കെ പറയില്ലേ. അങ്ങനെയൊക്കെ കാണുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയോ പൈസക്കാർ അതൊക്കെ പ്രാബല്യത്തിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഓൾറെഡി. അങ്ങനത്തെ കുറേ ഐലൻഡ്സ് ഉണ്ട് കേട്ടോ, പ്രൈവറ്റ് ജെറ്റും ഓല പ്രൈവറ്റ് ആയിട്ടുള്ള ബോട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ പൈസ ഉള്ള ആളുകൾ ഇതേമാതിരി സ്വന്തം ബോട്ട് എടുത്ത് കണ്ട് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിസിറ്റ് അടിക്കുന്നുണ്ട്. നമ്മൾ പാവങ്ങൾ ക്രൂസിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര നമുക്കൊരു നമ്മളുടെ ഒരുപാട് ആളുകളുടെ സ്വപ്നം വേറെ ആരോ ഇങ്ങനെ ജീവിക്കുന്നത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. എനിക്ക് പിന്നെ അത്ര ഹെവി സ്വപ്നങ്ങളൊന്നുമില്ല, പക്ഷെ എൻ്റെ കാക്കൂനൊക്കെ അങ്ങനത്തെ ഭയങ്കര ആഗ്രഹങ്ങളായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗത്തേക്കൊക്കെ എത്തിയപ്പോഴത്തേന് ഇതൊക്കെ അങ്ങനെ താമസിക്കുന്ന പോലത്തെ വീടുകളാണ്. ആ ഒരു നമ്മൾ ഈ കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ അമേരിക്കൻ്റെ പ്രോപ്പർട്ടിയാണ്. അതാണ് അതുപോലെ അമേരിക്കൻ്റെ ഫ്ലാഗാണ് അവിടെ കാണുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം ഒരു അമേരിക്കൻ്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും, ഐലൻഡ്സ് മൊത്തം കാണാം. അപ്പോൾ കാക്കു ഇതൊക്കെ നമ്മുടെ അടുത്ത് ഓൾറെഡി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്നതിന് മുമ്പ്. പക്ഷെ ഞങ്ങളെല്ലാവരും കാക്കു തള്ളാണെന്ന് വിചാരിച്ചു. പക്ഷെ ഇതൊന്നും തള്ളായിരുന്നില്ല എന്ന് നമുക്ക് ഇവിടെ എത്തിയപ്പോഴാട്ടോ മനസ്സിലായേ. പക്ഷെ ഗ്രീൻലാൻഡിന് എടുക്കാൻ പ്ലാൻ ഇല്ല. With conservation laws as strict as they are today, this is bound to remain one and only artificial നാട്ടിലേക്ക് നീ ഐലൻഡിച്ച് വല്ല സൈഡ് des milliers de dollars ont été dépensés pour construire des murs souterrains afin de combler 3 petits bouffons et créer une nouvelle grandeur. Avec des lois de conservation. മണ്ണിന്റെ അടിയിൽ കുറേ ഉണ്ട്, വെള്ളത്തിന്റെ അടിയിൽ. ബോട്ട് നിർത്തി അവരെ നമ്മൾ ഇറക്കും, എന്നിട്ട് നമ്മൾ വിസിറ്റ് ചെയ്ത് അടുത്ത ബോട്ട് പോകും. ഇപ്പം നമ്മൾ ഈ കാണുന്നത് അമേരിക്കൻ്റെ സൈഡിലുള്ള വലിയൊരു പാർക്കാണ് കേട്ടോ. ആ ഐലൻഡിൽ ഒരു സെറ്റ് ചെയ്തിട്ടുള്ള വലിയൊരു പാർക്കാണ് ഇത്. നമ്മളിങ്ങനെ ഇതുവരെയാണ് നമ്മളുടെ ഒരു ട്രാവൽ ഉണ്ടായിരുന്നത്. ഇവിടുന്ന് നമ്മൾ ഈ ഒരു സംഭവത്തിന് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോയിട്ടോ. അത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു സാധനമാണ്. Celebration in Alexandria Bay. A skyrocket landed on the roof of the powerhouse. ഇന്നോവന്റെ വീട് ഒപ്പം തുടങ്ങിയത് എപ്പോഴും കഴിഞ്ഞിട്ട്. Le bâtiment en pierre avec le petit pont voûté. ശരിക്കും അങ്ങനല്ലേ, വെള്ളം കയറിയതാണ്. താന്നതായിരിക്കും. എന്തൊക്കെ കൂടി ചുണ്ടല്ലോ അടുക്കളത്തെ ജനാണ് സുഖം. നേരെ ചട്ടിക്ക് അങ്ങനെ വരുമ്പോ പറ്റില്ല. അതെ, അതെന്റെ ജോക്ക് കേൾക്കുമ്പോഴേ എനിക്ക് മനസ്സിലായി ഓൻ ഭയങ്കര സ്റ്റാൻഡേർഡാണ്. അത് എങ്ങനെ നിങ്ങളപ്പം വന്ന് പെട്ടത് ഇതാരും മേടിച്ചിട്ടില്ലോ. നമുക്കൊന്ന് വാങ്ങുന്ന ഇവിടെ വീടായിട്ട് അടിപൊളിയായിരുന്നു, നല്ല ഭംഗി ഉണ്ടാവും. ഇങ്ങോട്ടൊരു പാലിട്ടാ മതി. അതൊക്കെ നമ്മളൊരു പാർലമെന്റിന്റെ ലുക്ക് ഉണ്ടോ? Across the water is the cascade. The boathouse was the first.
Bye now. 3 മണിക്കൂറത്തെ ക്രൂയിസ് യാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങി കേട്ടോ. കുട്ടികളുള്ളതല്ലേ, അവർക്കൊക്കെ രാവിലെ കൊടുത്ത ഒരു ഭക്ഷണമല്ലേ കഴിച്ചിട്ടുള്ളൂ. അപ്പം നമ്മൾ വീണ്ടും തിരിച്ച് പൊപ്പോയ്സ്ക്ക് തന്നെ നമ്മൾ വന്നു എന്നുള്ളതാണ് സത്യം. ഇത് പൊപ്പോയ്സാണോ പൊപ്പൈസാണോ എൻ്റെ എന്താണെന്നറിയില്ല, നമ്മളെന്തായാലും പൊപ്പോയ്സ് എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് നമ്മൾ വീണ്ടും ഫുഡൊക്കെ ഇവിടുന്ന് കഴിച്ചു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് How can I help you? ഞാൻ വീഡിയോ എടുത്ത് കൊടുക്കണം. നമുക്കിപ്പോൾ ഇന്ന് രാത്രി ബാർബിക്യൂ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ നമുക്കതിന് വിറക് വേണമല്ലോ. അപ്പോൾ നമ്മൾ വിറക് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഞാനിതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല, ഞാൻ നന്നായിട്ട് ഉറങ്ങിക്കുന്നു. എനിക്ക് എന്താണോ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. രാത്രി ഞാൻ വൃത്തിക്ക് ഉറങ്ങുകയൊക്കെ ചെയ്തിരുന്നു. അത് ഉറക്കത്തിനൊന്നും കുഴപ്പമില്ല. പക്ഷേ കടലില്ലെങ്കിലും പുഴയാണെങ്കിലും ഈ ക്രൂസിൽ പോയതോ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ക്ഷീണം. ഞാൻ ഉറങ്ങിക്കുന്നു, അതൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ ഈ വീഡിയോ കണ്ടപ്പോഴാണ് No, you mean unwrap it. ഇത് ഭയങ്കര പരിപാടിയാണല്ലോ. നമ്മളിവിടെ എത്തിയൊക്കെ നമ്മൾ ഒട്ടും സമയം കളയാതെ നമ്മൾ ബാർബിക്യൂവിനുള്ള സെറ്റൊക്കെ റെഡിയാക്കാനുള്ള പരിപാടിയിലുണ്ട്. കാരണം നമ്മൾ 7 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് തോന്നുന്നു എത്തിയത്. പക്ഷേ ഇവിടെ ഇപ്പോൾ പകൽ ഒരുപാട് ഉണ്ടായതുകൊണ്ട് നമുക്ക് നല്ല വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഈ ഒരു ബാർബിക്യൂവിൻ്റെ ഈ ഒരു ഗ്രില്ലൊക്കെ വർക്കിംഗ് ആണോ എന്താ പരിപാടി എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ നോക്കുമ്പോൾ കത്തിക്കണമെങ്കിൽ ലൈറ്റർ വേണം. നമ്മളെ അടുത്ത് ലൈറ്റർ ഇല്ല. സംഭവം അവിടെ ലൈറ്റർ ഉണ്ടായി നമ്മൾ കാണാത്തതുകൊണ്ടായിരുന്നു കേട്ടോ. അത് കത്തിക്കണതൊക്കെ വേറെ കോമഡിയാണ്. അപ്പോൾ ആ ഒരു സമയമായപ്പോഴത്തേനും നമുക്കൊരു ചായ കുടിച്ചാലോ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് വന്നതാണ്. എല്ലാ സാധനം മേടിച്ചെങ്കിലും ചായപ്പൊടി മാത്രം നമ്മൾ കൊണ്ടുവന്നില്ല. അത് നമ്മൾ എടുക്കുന്നു, ഓലും വിചാരിച്ച് ഓലും എടുക്കുന്നു, നമ്മളും വിചാരിച്ച് 2 കൂട്ടരും കൊണ്ടുവന്നില്ല. പിന്നെ ഇവിടെ കുറേ ടീ പൗഡറും കോഫി പൗഡറൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് വർക്കായില്ല. നമ്മളിപ്പോൾ പോരുന്ന വഴിക്ക് നമ്മൾ ചായപ്പൊടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണെങ്കിൽ നമുക്ക് ടീ ബാഗാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പെർഫെക്റ്റ് ചായ ഒന്നും ആവില്ലെങ്കിലും എന്നാലും നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി ഒപ്പിച്ചു. നമുക്ക് കുറച്ച് എനർജി വേണ്ട ഇനി ബാർബിക്യൂ ഒക്കെ ചെയ്യാനല്ലേ. അതിൻ്റെ ഇടയിൽ ചിഞ്ചു അവിടെ ബാർബിക്യൂ ഓൾറെഡി ചെയ്തു വെച്ചവരത് ക്ലീൻ ചെയ്യാതെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ എടുത്തിട്ട് ചെറുക്കം ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് വന്ന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കണ്ട് തേച്ചൊരച്ച് കഴുകണുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിഞ്ചുവാണ് ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ പോലെ ഉണ്ടായതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ കുറച്ച് ഈസിയായി. ഇപ്പം തന്നെ കണ്ടോ വളരെ സാഹസികമായാണ് ഞങ്ങളിത് കത്തിക്കാൻ പോണത്. ബുദ്ധി തന്നെ ചെറുക്കന്. എങ്ങടെ പോണേ? വളരെ സാഹസികമായ അവിടേക്ക് എത്തടാ. ചെരുപ്പ് കിട്ടില്ലല്ലോ ഈശ്വര ആവേശത്തില്. നല്ല പാമ്പ്. എന്താടാ ഊത് കുറച്ച് മണാണ് പറഞ്ഞല്ലോ. അപ്പൊ കത്തിക്കോളും. ബുദ്ധിയന്നെ കളിയുന്നു പാല് കെടുന്നതിന് മുന്നേ പാല്. നമ്മൾ കൂടുതൽ ബുദ്ധിയില്ല. മ്യൂട്ട് ചെയ്യില്ലട്ടോ ഞാനൊന്നും. അല്ല ഇതൊരു ഇതില്ല. ഇപ്പൊ തന്നെ ബാർബിക്യൂ ഉണ്ടാകാറില്ല. ഇപ്പൊ എത്ര സമയം 10 മണി. ശരിയല്ലേ, നല്ല നമുക്ക് കിടക്കും. എനിക്ക് സമാധാനം. നാട്ടിലെ സമയത്ത് ഞാൻ കഷ്ടപ്പെട്ടില്ല. അത് പറമ്പിലും കാലുമൊക്കെ ഇടല്ലോ. 5 റോഡ് എടുത്തോ തൂക്കി നോക്കി ഇതാ കൂടുതൽ എടുത്തോ. കാക്കപ്പുറം ലാഭത്തിന്റെ ആളെന്നല്ലെങ്കിലും ഒന്നിട്ടാ മതി. പക്ഷെ ഞാൻ 2 ഇത് പെട്ടെന്ന് തീരും. വലിയ വീട്ടിൽ ഒരു മാന്യനാണ് അറിയില്ല. എന്താണ് ഡയലോഗ് സീൻ ഓർമ്മയുണ്ടോ? എഴുത്ത് വലിയ വീട്ടിൽ വേറെ ഒരു പേരാണ്. ഇപ്പൊ പേര് കിട്ടണം. ഞാനൊരു മാന്യനോട് ചോദിച്ചാൽ മതി. കത്തും ബേബി നിന്ന് കത്തും.
Baby barbecue. Bro, it's Frank. Look at Papa. Look at Papa. Shingu Kaku did that. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് തണുപ്പുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ ബാർബിക്യൂ ചെയ്യാൻ കുറച്ച് ലൈറ്റൊക്കെ വേണ്ടേ. അപ്പോൾ നമ്മൾ ഫയറൊക്കെ റെഡിയാക്കി. അതാണെങ്കിൽ ഒന്ന് കത്തിപ്പിടിക്കണമില്ല. എൻ്റെ പഠിച്ചോനെ കുറച്ച് റബ്ബറും കൊള്ളി ഉണ്ടായെങ്കിൽ ഒന്ന് കത്തിക്കഴിഞ്ഞു തോന്നി എനിക്ക്. ഞാൻ ആ ഒരു സമയം കൊണ്ട് അവിടെ എല്ലാവർക്കുള്ള ഷെയറൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മളവിടെ ചില്ല് ചെയ്യാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര വൈബേനു കേട്ടോ. അതൊക്കെ ഒടുക്കത്തെ മെമ്മറീസായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഈ ഒരു പരിപാടിയൊക്കെ. ഞാൻ ചിക്കൻ കറി തുടങ്ങിയാലോ? അതെല്ലാം 100 പ്രാവശ്യം പറഞ്ഞു വിട്ടോ. സ്മോക്കി ഫ്ലേവറാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഓ മാമാൻ്റെ ചായ പോണില്ല. ചിക്കൻ കറി ഇവിടെ കൊടുത്ത് എല്ലാവരും അവിടെ ബാർബിക്യൂൻ്റെ അടുത്താണ്. അപ്പോൾ എനിക്ക് മാങ്ങ കഴിക്കാനൊരു മോഹം. അപ്പോൾ ഞാൻ മാങ്ങ കുറച്ച് ചെത്തി വെക്കാമെന്ന് വിചാരിച്ചു. അതാവുമ്പോൾ നമുക്കിങ്ങനെ തിന്നാലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത്. അപ്പോൾ എന്തായി ഇവിടെ ഗ്രിൽ ചിക്കൻ്റെ പരിപാടികൾ? ചിക്കൻ കറി റെഡിയായി. എന്താണ് ഇവിടെ കടന്ന് കളയുന്നത്? ഓക്കെ ചിക്കൻ കറിയാ തുറന്ന കാണാൻ നല്ല സ്മെല്ല് കേട്ടോ. എന്തെങ്കിലും മസാല ഇവിടെ എല്ലാവരോടും അവയർനെസ് ഉണ്ട്. അപ്പോൾ കൈ പൊള്ളാൻ നോക്കട്ടോ. ഇവിടെ ഒരു സാധനം ഉണ്ടേ. വരുന്നുണ്ട് ഞാൻ കാക്കു. എണ്ണയും ഓയിലും നെയ്യൊന്നും വേണ്ട. ഓക്കെ. കാക്കൂനല്ലേ നെയ്യില്ലാതെ പറ്റാത്തത്. കാക്കു അങ്ങനെയാണേ. എടാ അത് റൊട്ടിയാടാ. ആ അങ്ങോട്ട് അതിൽ ഓൾറെഡി ഓയിലുണ്ട്. പൊക്കൊക്കെ സുഹൃത്തെ കാണട്ടെ, ഭംഗിയുണ്ടോക്കട്ടെ. കൊള്ളാം, അത് കൊള്ളാം. ഇതെന്തതിന്റെ തോല് പോയി. എടാ വന്നിട്ടില്ലേ ഉള്ളു കുക്കാവാണ്ട് കേട്ടോ. ശരി കേട്ടോ. ഉള്ളിലൊക്കെ വന്നിട്ടില്ലെങ്കിലേ വയറുവേദന എടുത്തിട്ട് കൂല. കാണാൻ നല്ല ഭംഗിയുണ്ട്. Wait, the food is ready? Yeah, it's almost. Amy, it's almost. Okay. I'm gonna start the thing when it's done. ആരെയൊക്കെ മനസ്സിൽ വിചാരിച്ചടിക്കടാ. നാട്ടിൽ തന്നെ പുച്ചിച്ചോളിയും ഇത് മുടി കളർ ഇതിന് കുറ്റം പറഞ്ഞ കാര്യം. ഈ പൊറോട്ട അയക്കില്ല കേട്ടോ. നല്ല അടിക്കുന്നതാ. പൊറോട്ട അടിക്കുന്നില്ല. ക്യാനഡ 3 കഷ്ടപ്പെട്ട് വന്നു. ആദ്യത്തെ പൊറോട്ട ഓരിക്കൊടുക്ക. ഇത് വന്നിട്ടില്ല ചീറ്റ് ഞാൻ അപ്പൊ കറി വിളമ്പാൻ ആളില്ലേ? ഉണ്ടാക്കിയതാ. This is your glass? താങ്ക് യു എമി. എമി ഇവിടെ നിന്ന് ഗ്ലാസ് എടുത്താൽ മതി. കറി കുറച്ചുണ്ടായി. കുറച്ചുണ്ട്.
ലാസ്റ്റ് ഉണ്ടാക്കിയ അൽഫാം വേണോ ആദ്യത്തെ വേണോ? ഏതായാലും കുഴപ്പമില്ല. ഇതവിടെ ഒരു പ്ലേറ്റ്. നെക്സ്റ്റ് ഇതാ ഇവിടെ ഇവിടെ. അതല്ലേ പറഞ്ഞത് ടേബിളേ നടക്കുള്ളൂ. ക്രിസ്ത്യൻസിന്റെ ഒരു പ്രാർത്ഥിക്കണ്ടേ അങ്ങനെയൊക്കെ മതിയടാ, മതി മതി മതി. എനിക്ക് മുരിഞ്ഞത് മതി, കരിഞ്ഞത് അത് മതി. ഇതോ തന്നേക്കോ. നെക്സ്റ്റ് പ്ലീസ്. ദൈവം നിന്നാണ് ഗ്ലാസ് എമ്മിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. ഗ്ലാസ് ഉണ്ട് ഇവിടെ. ഇതാ എൻ്റെ ഗ്ലാസ്. സൂപ്പറായോ? നമുക്ക് ലെഗ് പീസ് എന്തായാലും എന്തുകൊണ്ടാണ് ചായ ഉണ്ടായിരുന്നു. ലൈറ്റ് അടിക്കൂ. അൽഫാം ഏതാ വേണ്ട? മാമ ചൂസ് ചെയ്യുന്ന പൈസ. മാമക്ക് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. When we're done eating, we're gonna put away the fire, right? പേഷ്യന്റ് അത് കറക്റ്റ്. 100 പ്രാവശ്യം ചോദിച്ചല്ലോ. Wait, whose is that one? Whose is that one? Is that yours or? This is yours. Oh, that's mine. Okay. I'll stay here because I have to You serve like the leg piece or? ഒരാൾ ഷർട്ട് ഷർട്ട് മാത്രം അതേപോലെ താലിബാന്റെ വലിയ ടെക്നിക്കലായിട്ട് വലിച്ച് എല്ലാം പിന്നെ ഫുഡ് ആയിക്കോലെ ഞങ്ങൾ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ എത്ര ആൾക്കാരെ അങ്ങനെ ഒഴിവാക്കിയത് അങ്ങനെ കഴിക്കണേച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ ബാർബിക്യൂവും പൊറാട്ടയും ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും നല്ല കഴിക്കലുണ്ടോ. എനിക്ക് പക്ഷേ അങ്ങോട്ട് കഴിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് അത്ര വിശപ്പുണ്ടായിരുന്നില്ല. ചിക്കൻ കറി കാണാനൊരു ലുക്കില്ലെങ്കിലും ഒടുക്കാത്ത ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ വിശപ്പില്ലാണ്ട് എന്താ ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ പരിപാടിയൊക്കെ വേഗം അവസാനിപ്പിച്ചിട്ട് കിടന്നുറങ്ങിട്ടോ. അപ്പോൾ ബാക്കി നാളെ കാണാം. ഓക്കെ ഗൈസ്, ബൈ.